ഹലോ, വെൽക്കം ടു ജോബ് അപ്ഡേറ്റ്സ്. ഇന്ന് നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയിൽ റീസെൻ്റായിട്ട് കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. കുറച്ച് വേക്കൻസീസ് ലേറ്റസ്റ്റ് ആയിട്ട് ബാങ്ക് ഓഫ് ബറോഡ അപ്രൻറ്റീസ് റിക്രൂട്ട്മെൻറ്റ് 2025 അപ്രൻറ്റീസ് തസ്തികയിലേക്കാണ്. ഇതൊരു 12 മാസം ട്രെയിനിങ് ബേസ്ഡ് ജോബായിരിക്കും. ആദ്യം 12 മാസം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പ്രഥമ ജോലിയിലേക്ക് പ്രവേശിക്കുക. Bank of Baroda is inviting online applications from Indian citizens for engagement of apprentices under the Apprentices Act പ്രകാരം 1961 ആസ് അമെൻഡഡ് ഫ്രം 10 ഭേദഗതി വരുത്തിയിട്ടുള്ളതാണ്. അപ്രൻറ്റീസസ് ആക്ട് പ്രകാരമാണ് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. The bank is looking to fill 89 vacancies in the state of Kerala across various districts. ആകെ മൊത്തം 89 വേക്കൻസീസിനാണ് കേരളയിലൊട്ടാകെ ലുക്ക് ചെയ്യുന്നത്, ഇവരെ അന്വേഷിക്കുന്നത്. മിനിമം ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ആസ് എ ഗ്രാജുവേഷൻ ഡിഗ്രി. മിനിമം ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ്. ബാങ്ക് ഓഫ് ബറോഡ അപ്രൻറ്റീസ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. അതിൻ്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ നെയിം ബാങ്ക് ഓഫ് ബറോഡ, ജോബ് കാറ്റഗറി ഗവൺമെൻറ്റാണ്, അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ്, റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് അപ്രൻറ്റീസ്ഷിപ്പ് എൻഗേജ്മെൻറ്റ്. അതായത് ഒരു ട്രെയിനിങ് ബേസ്ഡ് ജോബായിരിക്കും. നമ്മൾ ഇതിന് സ്പെഷ്യൽ അലവൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. നമ്മൾ ഒരു മന്ത്ലി സ്റ്റൈഫൻഡ് മാത്രമായിരിക്കും. പോസ്റ്റ് നെയിം അപ്രൻറ്റീസ്, കാറ്റഗറി നമ്പർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ആകെ മൊത്തം 89 വേക്കൻസീസ് ഓൾ ഓവർ കേരള. ജോബ് ലൊക്കേഷൻ കേരള ഡിസ്ട്രിക്ട് വൈസ് ആണ്. സ്റ്റൈഫൻഡ് സാലറീസ് സ്റ്റൈഫൻഡ് 15,000 പെർ മന്ത് മെട്രോ അല്ലെങ്കിൽ അർബൻ ബ്രാഞ്ചസിലും 12,000 പെർ മന്ത് റൂറൽ അല്ലെങ്കിൽ സെമി അർബൻ ബ്രാഞ്ചസിലും അങ്ങനെ കിട്ടുന്നതായിരിക്കും. അർബൻ ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെട്രോ സിറ്റി കൊച്ചി, എറണാകുളം, ട്രിവാൻഡ്രം. അതുപോലെ റൂറൽ അല്ലെങ്കിൽ സെമി അർബൻ ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വില്ലേജ് ഏരിയാസ്, റൂറൽ ഏരിയാസ് എന്നൊക്കെ പറയുന്നത് പോലെ. അപ്ലൈ മോഡ് ഓൺലൈനാണ്. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ഈ വരുന്ന മാർച്ച് 11 അപ്പോൾ അതുകൊണ്ട് മിനിമം ബിരുദമുള്ള ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. ആലപ്പുഴ 5 വേക്കൻസീസും എറണാകുളം 30 വേക്കൻസീസും കൊണ്ടാണ്. എറണാകുളത്താണ് കൂടുതൽ വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ സിറ്റിയാണല്ലോ, അപ്പോൾ ബാങ്കിങ് കാര്യങ്ങളൊക്കെ അവിടെ കൂടുതൽ ആവശ്യകതയുണ്ട്. കണ്ണൂർ 5, കാസർഗോഡ്, കോഴിക്കോട് 10, മലപ്പുറം 5, പാലക്കാട് 7, തിരുവനന്തപുരം 10, ട്രിവാൻഡ്രത്ത് മാത്രമായിട്ട് 10 വേക്കൻസീസ് ഉണ്ട്. ബാങ്ക് ഓഫ് ബറോഡ അപ്രൻറ്റീസ് ഏജ് ലിമിറ്റ് 2025. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് ബിറ്റ്വീൻ 20 to 28 ഇയേഴ്സ് ആണ്. ലോവർ ഏജ് ലിമിറ്റ് 20ഉം അപ്പർ ഏജ് ലിമിറ്റ് 28ഉം. ആസ് ഓൺ 1/2/2025. അതായത് അപ്പർ ഏജ് ലിമിറ്റ് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 28 തികഞ്ഞതായിരിക്കണം. അപ്പോൾ അതിന് മുമ്പ് 28 വയസ്സ് തികഞ്ഞവർക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ലോവർ ഏജ് ലിമിറ്റ് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 1/2/2025 ആ ഒരു ക്രൈറ്റീരിയ തികഞ്ഞിരിക്കേണ്ടതാണ്. Candidates born between 2/2/1997 and 1/2/2005. അതായത് ഈ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തിന് ഇടയിൽ ജനിച്ചവർ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ആർ എലിജിബിൾ ടു അപ്ലൈ. റിലാക്സേഷൻ ഇൻ ദ അപ്പർ ഏജ് ലിമിറ്റ് ഈസ് ആപ്ലിക്കബിൾ ആസ് പെർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗൈഡ് ലൈൻസ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗൈഡ് ലൈൻസ് പ്രകാരമായിരിക്കും അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ ഫോർ SC, ST, OBC, person with benchmark disability candidates subject to specific conditions. Minimum age 20 years, maximum age 28 years. SC, ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. OBC നോൺ ക്രീമി ലെയർ 3 വർഷത്തെ റിലാക്സേഷൻ. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റീസ് UR/EWS 10 വർഷത്തെ റിലാക്സേഷൻ. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി OBC 13 years റിലാക്സേഷൻ. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി SC, ST 15 years റിലാക്സേഷൻ. ഇതിന് അഡീഷണൽ നോട്ട്. ഈ റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പർ ഏജ് ലിമിറ്റിൻ്റെ കൂടെ ഒന്ന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ്, നമ്മുടെ കാറ്റഗറി അനുസരിച്ച് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതായിരിക്കും. അതിപ്പോൾ നമ്മുടെ OBC ആണെങ്കിലും സ്കെഡ്യൂൾ കാസ്റ്റ് ആണെങ്കിലും നമുക്ക് അതിനനുസരിച്ചുള്ള റിസർവേഷനും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതായിരിക്കും. ഇളവ് ലഭിക്കുന്നതായിരിക്കും. നോട്ട്: കാൻഡിഡേറ്റ്സ് രജിസ്റ്റേർഡ് അണ്ടർ ദ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീമിന് അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് 34 വയസ്സ്. അതിൻ്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാവുന്നതാണ്. ബാങ്ക് ഓഫ് ബറോഡ അപ്രൻറ്റീസ് സ്റ്റൈഫൻഡ് 2025.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലറീസ് സ്റ്റൈഫൻ്റായിട്ടാണ് ലഭിക്കുന്നത്. മെട്രോ അർബൻ ഏരിയാസിൽ 15,000 പെർ മന്തും റൂറൽ സെമി അർബൻ ബ്രാഞ്ചസിൽ 12,000 പെർ മന്തും ആയിരിക്കും. നോ അഡീഷണൽ അലവൻസസ് ഓർ ബെനിഫിറ്റ്സ് ആർ പ്രൊവൈഡഡ്. എന്ന് വെച്ചാൽ ഇതൊരു ട്രെയിനിങ് 12 മാസത്തെ ഒരു ട്രെയിനിങ് മാത്രമാണ്. അപ്പോൾ ആ സമയത്ത് അഡീഷണൽ ബെനിഫിറ്റ്സോ അലവൻസോ ഒന്നും കൊടുക്കുന്നതായിരിക്കില്ല. പിന്നെ അപ്രൻറ്റീസിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഗ്രാജുവേഷനാണ്. ഏതെങ്കിലും നമ്മുടെ യൂണിവേഴ്സിറ്റി ഏതെങ്കിലും സർവകലാശാലകളുടെ കീഴിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഗ്രാജുവേഷൻ വേണ്ടതാണ്. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത ഏതെങ്കിലും തത്തുല്യമായ ഒരു കോഴ്സ് പാസ്സായിരിക്കേണ്ടതാണ്. Apprentice eligibility applicants must have a graduation degree in any discipline from a recognized university or any equivalent qualification recognized by the central government. Candidates who have undergone apprenticeship pursuing അങ്ങനെ നേരത്തെ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് അങ്ങനെ എന്തോ കിട്ടില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ആപ്ലിക്കേഷൻ ഫീസ് ഫോർ ബാങ്ക് ഓഫ് ബറോഡ അപ്രന്റീസ് റിക്രൂട്ട്മെൻറ്റ് 2025. Candidates are required to pay a non-refundable application fee through online mode only. Application fee non-refundable ആണ്. Persons with benchmark disability 400, scheduled caste 600 plus GST ഉൾപ്പെടെ 600 ആണ്. General EWS and other backward class OBC 800 plus GST. We have to pay for it. Fee payment is compulsory to complete the registration process. ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതായിരിക്കുള്ളൂ. ആൻഡ് നോ റീഫണ്ട്സ് വിൽ ബി ഇഷ്യൂഡ് അണ്ടർ എനി സർക്കംസ്റ്റൻസസ്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ റീഫണ്ട് നമ്മൾ തിരികെ ചോദിക്കുകയാണെങ്കിൽ റീഫണ്ട് ആ ഒരു പൈസ നമുക്ക് തിരിച്ച് ലഭിക്കുന്നതായിരിക്കില്ല. ഹൗ ടു അപ്ലൈ ഫോർ ബാങ്ക് ഓഫ് ബറോഡ അപ്രന്റീസ് റിക്രൂട്ട്മെൻറ്റ് 2025. അതായത് അവരുടെ നമ്മുടെ മറ്റേത് ഗവൺമെൻറ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന പോലെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. ഈ താഴെ കാണുന്നതാണ് വെബ്സൈറ്റ് https://nats.education.gov.in and NAEPS https. പിന്നെ ഓൾറെഡി ലോഗിൻ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഒരു അഡ്വർടൈസ് ചെയ്തിരിക്കുന്ന വേക്കൻസീസിൽ നമ്മളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 48 മണിക്കൂറിനകം ഈ പറയുന്ന ഇമെയിലിൽ നിന്നും നമുക്കൊരു മെസ്സേജ് കിട്ടുന്നതായിരിക്കും, ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ഫിൽ ചെയ്ത് ആപ്ലിക്കേഷൻ ലിങ്ക് വിത്ത് എക്സാമിനേഷൻ ഫോം അത് ഫിൽ ചെയ്ത് നമ്മുടെ ആ ഒരു ഇമെയിലിൽ തന്നെ അയക്കേണ്ടതായിരിക്കും. അപ്പോൾ വെരിഫൈ ഓൾ ഡീറ്റെയിൽസ് ബിഫോർ സബ്മിഷന് മുമ്പ് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടതായിരിക്കും. പിന്നെ നമ്മുടെ എൻറോൾമെൻറ്റ് ID സേവ് ചെയ്ത് അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി നമ്മൾ പ്രിൻ്റ് ഔട്ടായിട്ട് എടുത്ത് വയ്ക്കുക. സോഫ്റ്റ് അല്ലെങ്കിൽ ഹാർഡ് കോപ്പി. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഈ മാസം ഫെബ്രുവരി 19 ലാസ്റ്റ് ഡേറ്റ് ഈ വരുന്ന മാർച്ച് 11 ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് 12 മാസത്തെ ട്രെയിനിങ് ആണ്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ എക്സാമിനേഷൻ കാണും, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കാണും, ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജ്, നമ്മുടെ മലയാള ഭാഷയിൽ പ്രാവീണ്യം, പിന്നെ നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസ്സും കാര്യങ്ങളും എല്ലാം പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഏറ്റവും താഴെ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ബെസ്റ്റ് ഓഫ് ലക്ക്, ട്രൈ ഇറ്റ്.